മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ഭാഷണത്തിലേക്ക്. സഹോദരി സഹോദരന്മാരെ, തലശ്ശേരിയുടെ പഴയ പ്രതാപങ്ങൾ ഓർക്കാൻ കഴിയുന്ന ഒരു ദിനമാണ്. അതിന് കൂടെ ബഹുമാന്യനായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മറ്റ് ജസ്റ്റിസുമാരും മുൻ ജസ്റ്റിസുമാരും വലിയ തോതിലുള്ള ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റി ആകെ തലശ്ശേരിയിൽ എത്തിച്ചേർന്നു വന്നത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യം. അതോടൊപ്പം ഇവിടുത്തുകാരനാണെങ്കിലും ബഹുമാനപ്പെട്ട സ്പീക്കറടക്കമുള്ള ജനപ്രതിനിധികളും മറ്റൊട്ടേറെ വിശിഷ്ട വ്യക്തികളും എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ ചടങ്ങിന് മാത്രമായി മറ്റ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ, മറ്റ് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇതിൽ പങ്കെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ എത്തിയതായി കാണുന്നത്. ഇതെല്ലാം സ്വാഗതഗാനത്തിൽ പ്രതിപാദിച്ച തലശ്ശേരിയോടുള്ള പ്രത്യേക മമതയുടെ ഭാഗമായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ പുതിയ മന്ദിരത്തിൽ പ്രഗത്ഭരായ രണ്ടുപേരെ സ്മരിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഘാടകർ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം സ്മരിക്കാനുള്ള എത്രയോ പേർ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായി ഉണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നത്. അതിൽ രണ്ടുപേരെ തിരഞ്ഞെടുക്കുക എന്നത് സ്വാഭാവികമായും പ്രയാസമുള്ള കാര്യമാണ്. ഏതായാലും അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ്റെയും അഡ്വക്കേറ്റ് എം വി ഗോവിന്ദൻ്റെയും പേരിലുള്ള സ്മാരക സംവിധാനങ്ങൾ അത് വളരെ ഔചിത്യപൂർണമായി തന്നെയാണ് പറയാൻ കഴിയുക. തലശ്ശേരി ജില്ലാ കോടതിയുടെ പ്രാധാന്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. 200 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ്. നേരത്തെ കൃത്യമായി പറഞ്ഞു, പൊങ്കനരി മുതൽ മലബാറാകെ ഉള്ള ജുഡീഷ്യറി ആസ്ഥാനമായി പ്രവർത്തിച്ച ഇടമായിരുന്നു തലശ്ശേരി. ഇത്തരമൊരു ചരിത്രം കിടക്കുന്ന ഈ മണ്ണിൽ അതിൻ്റേതായ പ്രൗഢിക്കനുസരിച്ച് ഒരു മന്ദിരം, കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാവണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ നാട്ടിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് അഭിഭാഷകർക്കും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. ഇന്ന് തലശ്ശേരി കോർട്ട് സെൻ്ററിൽ 16 കോടതികളാണ് പ്രവർത്തിച്ചു വരുന്നത്. അവയിൽ പലതും സ്ഥലപരിമിതികളിൽ ബുദ്ധിമുട്ടുന്നവയാണ്. അതുകൊണ്ട് തന്നെ സൗകര്യമുള്ള കോടതികൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനം. കോടതികൾക്ക് വല്ലാത്ത
സൗകര്യക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് പൊതുവായി കാണാൻ നമുക്ക് സാധിക്കും. അതിന് പരിഹാരം എന്ന നിലക്കാണ് ഇത്തരമൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായി. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ കോടതികളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. നമുക്കറിയാം, നമ്മുടെ വിഭവം പരിമിതമാണ്. അത്ര വലിയ സാമ്പത്തിക ശേഷി നമുക്കില്ല. ഇത് തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള പലതും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞത് 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വികസനത്തിന് പണമില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ബജറ്റിനെ ആശ്രയിച്ച് മാത്രം വികസന പ്രവർത്തനങ്ങൾ നടന്നാൽ അത് സൃഷ്ടിക്കുന്ന ഒട്ടേറെ പരിമിതികളുണ്ട്. അപ്പോൾ ബജറ്റിന് പുറത്തൊരു പണത്തിൻ്റെ സ്രോതസ് വേണം. അതിനാണ് നാം കെട്ടിട സമുച്ചയം നിർമ്മിക്കാനായി എന്നത് മാത്രമല്ല, പുതിയ കാലത്ത് കോടതി എങ്ങനെ വേണം, അതിനനുസരിച്ച് കോടതി നടപടികൾ വേഗത്തിലാക്കാവുന്ന സർവ്വവിധ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാൻ നമുക്കായിട്ട്. ഈ സൗകര്യങ്ങൾ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. നമ്മുടെ ഈ കോർട്ട് സെൻ്ററിലെ 14 കോടതികളിൽ 10 ഈ മന്ദിരത്തിലേക്ക് മാറുകയും 4 അഡീഷണൽ ജില്ലാ കോടതികൾ, MACT കോടതി, ഫാമിലി കോടതി, പ്രിൻസിപ്പൽ സബ് കോടതി, അഡീഷണൽ സബ് കോടതി, അഡീഷണൽ CJI കോടതി, JFCM കോടതി എല്ലാമാണ് ഇവിടേക്ക് മാറുന്നത്. മറ്റു കോടതികൾ പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുക. ഏറ്റവും വലിയൊരു പ്രത്യേകത നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം വെളിവാക്കുന്ന ഒരു മ്യൂസിയം സജ്ജീകരിക്കാനായി എന്നതാണ്. അധിനിവേശ കാലത്തെ കോടതിയെ പോലെയാണ് അതിവിടെ ഒരുക്കിയിട്ടുള്ളത്. കാലാകാലങ്ങളിൽ മാറ്റം വന്ന ഇരിപ്പിടങ്ങൾ, താളിയോലകൾ, അളവ് നോക്ക സംവിധാനങ്ങൾ, വ്യത്യസ്ത പഞ്ചിങ് ഉപകരണങ്ങൾ, അങ്ങനെ ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമായ പലതും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ചരിത്രപ്രധാനമായ പല ആർക്കൈവൽ മെറ്റീരിയലുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അധിനിവേശ ഭരണകാലത്ത് ജഡ്ജിമാർ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ വിധികൾ, വിവിധ ശിക്ഷാരേഖകൾ എല്ലാം ഇവിടെ കാണാനാണ്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിന് പൊതുസമൂഹം തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനായ സ്പീക്കർ പ്രസ്താവിച്ചതുപോലെ വിദ്യാർത്ഥികൾക്കും അങ്ങേയറ്റം താല്പര്യമുള്ള കാര്യമായിരിക്കും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. ജനാധിപത്യ വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും പോലെ ജുഡീഷ്യറിക്കും വലിയ പ്രാധാന്യമാണ്. ചെക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അനിവാര്യമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ നമുക്കാവും. ഏതായാലും സംസ്ഥാന സർക്കാർ അത്തരമൊരു കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ 8.5 വർഷത്തിനുള്ളിൽ 105 കോടതികളാണ് കേരളത്തിൽ സ്ഥാപിച്ചത്. രാജ്യത്ത് ആദ്യമായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പേപ്പർ രഹിത ഡിജിറ്റൽ കോടതി കൊല്ലത്ത് ആരംഭിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ കോടതി നയത്തിൻ്റെ
ഭാഗമായാണ് ആ മുഴുവൻ സമയ കോടതി സ്ഥാപിച്ചത്. കക്ഷിയും വക്കീലും കോടതിയിൽ ഹാജരാകാതെ തന്നെ അവിടെ കേസുകൾ തീർപ്പാക്കാനാണ്. കോടതികൾ സ്ഥാപിക്കുക മാത്രമല്ല, അവിടുത്തെ നടപടികൾ വേഗത്തിലാക്കാൻ പ്രധാനമാണ്. അതിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആകാശത്തിലേക്ക് ശിരസുയർത്തി അഭിമാനപൂർവ്വം കൊള്ളുന്ന തലശ്ശേരി കോടതിയുടെ പുതിയ കെട്ടിടം നിർമ്മിതിക്ക് ചാലകശക്തിയായി നിന്ന അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി. Honorable Speaker of Kerala Legislative Assembly, Honorable Minister for Public Works, my esteemed brothers, both sitting and retired, the Member of Parliament, the members of the Bar Council, the Bar Association, judicial officers, my advocate friends, members of the local administration, ladies and gentlemen, very good morning to all of you. In this wonderful morning, it's really my privilege and honor to be part of the inaugural function of this new court building. This building is a testament for the shared commitment of both judiciary and the executive for enhancing judicial infrastructure for benefit of our citizens. As regards the town of Thalassery is concerned, in the short time available, it's not possible for me to refer to its cultural and historical legacy. It would be a subject for an independent lecture, perhaps a series of lectures. As a matter of legal history, Thalassery Court is among the oldest in the country. The system of judicial administration commenced here in 1792. The district court was established in 1802. And it continues to function at the principal seat and headquarters of the Kannur district. Thalassery is also known for its exceptional judicial legacy. Eminent judges of pre- and post-independent era have enriched the heritage through their exemplary service. Their invaluable contribution has left a lasting mark on the judiciary and the legal landscape in our country. Today also I am proud that the legacy of Thalassery continues, with district of Kannur being the home of 5 of my esteemed brother judges in the High Court. In India, judiciary is the cornerstone of democracy and plays a pivotal role in ensuring justice. Amongst it, district judiciary is the most crucial component as far as common man is concerned. For most people, district court is the first point of contact for seeking justice and through redressal of the grievances and resolution of dispute. However, as society advances, so must our judicial institutions. Therefore, the new court building incorporates modern facilities such as e-courts, video